ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സിയാൻ ടർബോ. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ഡിലേ ആണ് കളി. എന്തായാലും ഇന്ന് നമ്മൾ ഒരു ഇതിൻ്റെ ഇത് കണ്ടു, കഫ്റ്റീരിയയുടെ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണിക്കാം. ഞാനിങ്ങനെ അതുകൊണ്ട് കഫ്റ്റീരിയയുടെ പണിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതൊരു പുതിയ ടെക്നിക്, പുതിയ രീതിയിലാണ് കഫ്റ്റീരിയ വരാൻ പോകുന്നത്. എന്തായാലും ഞാനിപ്പം എടുക്കാൻ പോകുന്നത് നമ്മുടെ ചിലപ്പോൾ ഇന്നോ നാളെയോ നമ്മളൊരു ഫ്രീ ഫയറിൻ്റെ അല്ലെങ്കിൽ പബ്ജിയുടെ ഒരു വീഡിയോ നമ്മളെടുക്കും. അതിന് രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു സർപ്രൈസ് ഒരു സാധനമുണ്ട്, അത് നമ്മൾ സാധനം ഉണ്ടാക്കും കേസ്. അത് എനിക്ക് എന്തായാലും ഒരു കുറച്ച് പാർട്സും കൂടെ സാധനങ്ങൾ കിട്ടാനുണ്ട് കേസ്. എന്നാലേ നമുക്ക് അതിൻ്റെ പണിയിലോട്ട് കടക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ 2-3 സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബോളില്ലാതെ ഞങ്ങൾ ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ അപ്പുറത്തെ ആൾക്കാരിപ്പുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ കുറച്ച് പേര്, ഒരു സൈഡിൽ അപ്പുറത്ത്. ഞാനാണെങ്കിൽ 4 മണിക്ക് വന്നപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ എത്തിയത്. ഇപ്പം നേരത്തെ നമുക്ക് എത്തിയാൽ നമുക്ക് കളി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ ത്രില്ലിൽ വന്നത്. സൈക്കിളൊക്കെ ആയിട്ട് സൈക്കിൾ ഓരിക്കും സൈക്കിൾ നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആൾക്കാർ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബോളില്ലാത്തതുകൊണ്ട് മാത്രം കളി ഇച്ചിരി ഡിലേ ആക്കും. എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ നമുക്ക് സംസാരിക്കാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പം ഹൈ കൊടുത്തു. നമ്മളിപ്പോൾ ഒരു ഡിലേയിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടാണ്. എന്ന് വെച്ചാൽ ചൂടിൻ്റെ നല്ല മിക്ക ചൂട് എല്ലാം എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനത്തെ രീതിയാണ്. ഇതിപ്പോൾ ഒരു സ്മോൾ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. എന്നാലും സ്മോൾ വീഡിയോ. എന്നാലും നമ്മൾ കളിക്കുന്ന വീഡിയോ ഇന്നലെ തന്നെ ഞാൻ എടുത്തു മാച്ചിൻ്റെ. അതിൻ്റെ ബാക്കിയാണ് ഇതിപ്പോൾ പാർട്ട് 3 നമ്മൾ എടുക്കുന്നത്. പാർട്ട് 3, 4 എന്ന് വെച്ചാൽ മാച്ച് നമ്മൾ 2 വീഡിയോ മാച്ച് എടുത്തു. അതുമാത്രമല്ല 2 മാച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് റസൽ, അംദൻ അവരെല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ, അതെല്ലാം എടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അത് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കിട്ടേ പറ്റൂ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്. എന്നാലും നമുക്കിപ്പം ഞാൻ എക്സ്പ്ലെയിൻ എനിക്കിപ്പോഴേ ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നമ്മൾ കളിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒരു മണ്ണാങ്കട്ടയ്ക്ക് പറ്റത്തില്ല. ഇന്നലത്തെ കളിയുടെ സ്ഥലം ഇവിടെ ആയിരുന്നു. ഓടി ഓടി മനുഷ്യൻ തളർന്നു ഇന്നലത്തെ. എന്ന് വെച്ചാൽ ഓരോ നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിലാണെങ്കിലും ഇപ്പം തന്നെ നമ്മളൊരു കുറേ പോയി. എന്ന് വെച്ചാൽ ഇഷ്ടത്തിന് വ്യൂസൊക്കെ നമുക്ക് അടിച്ച് കയറണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും കുറേ വ്യൂസ് നമ്മൾ ഇടുന്നുണ്ട് ആക്ടേഴ്സിന്. എന്ന് വെച്ചാൽ ആക്ടേഴ്സിന് വീഡിയോ അങ്ങനെ. പിന്നെ അതുമാത്രമല്ല ഗൈസ്, നമ്മളൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയൊരു സിനിമയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 സർപ്രൈസാണ് കാത്തിരിക്കുന്നത്. ഒരു സാധനം ഉണ്ടാക്കുന്ന സർപ്രൈസും, പിന്നെ നമ്മുടെ സിനിമ ഒരു ഷോർട്ട് ഫിലിമും, പിന്നെ മെയിൻ ഫിലിമും. അതിൻ്റെ 2 സാധനത്തിൻ്റെയും ഡീറ്റെയിൽ ഞാൻ ഇപ്പോഴൊന്നും പറയത്തില്ല. അതെല്ലാം നിങ്ങൾ ത്രില്ലിൽ കാണുക. എന്തായാലും ഉടനെയൊക്കെ നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഫുള്ള് മഴയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചേ ഉള്ളൂ നമ്മുടെ RJ കക്ഷിയായിട്ട്. അന്നേരം എല്ലാ ഡീറ്റെയിലും നമ്മൾ എല്ലാം സെറ്റാണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇനി നമുക്കൊരു പ്രൊഡ്യൂസറിൻ്റെ ഫ്ലിസർ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് സെറ്റാണ്. എല്ലാം വന്ന് ഇവിടെ കുത്തിയിരിക്കുവാണ് ഗൈസ്. ബോളില്ലാതെ ഒരു കളി ഇവിടെ നടക്കില്ല ഇന്ന്. ബോൾ എപ്പോൾ വരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കളി. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. ഓക്കെ, നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പേരറിയത്തില്ലെങ്കിൽ സിയാൻ ടർബോ അതെടുത്താൽ മതി. SIAAN അടിക്കുമ്പോൾ തന്നെ നമ്മുടെ T ടർബോ എത്തും. അടിച്ച് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഇഷ്ടത്തിന് വ്യൂസ് നമ്മുടെ കാണും. അത് വെച്ച് നമ്മുടെ വീഡിയോസ് കാണും. പിന്നെ അതുമാത്രമല്ല മെയിനായിട്ട് നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിലെ പ്ലെയറും കൂടാണ് ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വേറെയും കുറേ സർപ്രൈസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞ് ത്രില്ല് കളയുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാത്തിനും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടേക്കുക. ഓക്കെ, എല്ലാത്തിനും ഒരു കാരണം കാണും.
ഇപ്പം നമുക്ക് എന്തായാലും കളിയിലോട്ട് കയറാൻ പോവാണ്. ബോൾ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കഫ്റ്റീരിയ, അത് അവൻ മേടിച്ച് അവിടെ കഫ്റ്റീരിയയുടെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പം അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഫ്റ്റീരിയയുടെ പണി തുടങ്ങി, ഓഗസ്റ്റ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവൻ ചോദിച്ചു അതിൻ്റെ ബ്ലോഗ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം അതിൻ്റെ വേണ്ടി പ്രിപ്പയറിങ് നമ്മുടെ ഒരു ഫ്രണ്ട്സ് എത്തുന്നുണ്ട് നാളെ. അന്നേരം അതിനെക്കുറിച്ചുള്ള ഡിസ്കസ് നമ്മളെന്തായാലും അവന്മാരുമായിട്ട് നോക്കും. പിന്നുള്ളത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ എഫിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ 2 ഗെയിംസിൻ്റെയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. പിന്നെ ട്രക്കിൻ്റെയും ബസ്സിൻ്റെയും അറിയാമല്ലോ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച തന്നെ കാണിച്ചു. ഫുൾ ഏഡിച്ച് എല്ലാം കിടക്കുവാണ്, അതിനെ സർവീസിന് കയറ്റി വെക്കുവാണ്. അന്നേരം അതെല്ലാം നമുക്ക് ശരിയായി കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും. നമ്മുടെ മച്ചന്മാരാണ് വണ്ടിയെ കയറ്റിക്കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയം ആയിട്ടില്ല. അന്നേരം നമുക്കൊരു 10 ദിവസം എടുക്കുമെന്നാണ് നമ്മുടെ മച്ചാന്മാർ പറഞ്ഞിരിക്കുന്നത്. ലോറി എല്ലാം എന്നുവെച്ചാൽ നാട്ടിലത്തെ ഒരു വണ്ടിയാണ്, നമ്മളിങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാറ് വന്ന് ഇടിച്ച് പണി വന്നത്. അന്നേരം മറ്റവരെ ഉള്ള എല്ലാവരെയും പേഷ്യൻസിനൊക്കെ നമ്മൾ കൊണ്ടുപോയി. നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ സർവീസ് ചെയ്യേണ്ടത്. ബസ്, ട്രക്ക് 2 നമ്മൾ ഓടിച്ചാണ്. ഇല്ലായിരുന്നെങ്കിൽ ആ വണ്ടിയുടെയും കൂടെ നമ്മൾ വീഡിയോ എടുത്തേനെ. എന്നുവെച്ചാൽ നമ്മൾ ഓടിക്കുന്ന വീഡിയോ അല്ല ഗൈസ്, നമ്മൾ ഗെയിമിൻ്റെയാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾക്ക് കണ്ടറിയാം. ഓക്കെ, ഗുഡ് ബൈ.